ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. കുവൈറ്റിൽ വിവിധ തൊഴിൽ മേഖലകളിൽ നിന്ന് മറ്റ് മേഖലകളിലേക്ക് വിസ മാറാൻ പ്രവാസികൾക്ക് അനുവദിച്ചിരുന്ന ഇളവ് കാലാവധി അവസാനിച്ചു. 27,000-ലധികം പ്രവാസികൾക്ക് പ്രയോജനം ലഭിച്ചതായി മാൻ പവർ അതോറിറ്റി വ്യക്തമാക്കി. മുൻപ് വിസ മാറ്റത്തിന് കടുത്ത നിയന്ത്രണങ്ങളുണ്ടായിരുന്ന വിവിധ തൊഴിൽ മേഖലകളിൽ നിന്ന് മറ്റു മേഖലകളിലേക്ക് വിസ മാറുന്നതിനായി അനുവദിച്ചിരുന്ന ഇളവ് കാലാവധി അവസാനിച്ചതായി കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ലഭിച്ചത്. 2 മാസം നീണ്ടുനിന്ന ഇളവുകാലത്ത് 27,000-ലധികം പ്രവാസികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തിയതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ വ്യക്തമാക്കുന്നു. എന്നാൽ നിലവിലെ സ്പോൺസറുടെ അനുമതി ലഭിക്കാത്തതുൾപ്പെടെയുള്ള കാരണങ്ങളാൽ നിരവധി അപേക്ഷകൾ നിരസിക്കപ്പെട്ടതായും അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, വ്യവസായ രംഗം, കാർഷിക മേഖല, കന്നുകാലി പരിപാലനം എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് മറ്റ് വിവിധ തൊഴിൽ മേഖലകളിലേക്ക് മാറാൻ സർക്കാർ സുവർണാവസരം നൽകിയത്. കഴിഞ്ഞ മെയ് 1 മുതൽ ജൂൺ 30 വരെയായിരുന്നു വിസ മാറ്റത്തിനുള്ള ഈ പ്രത്യേക അനുമതി. 27,087 പ്രവാസികളാണ് ഈ കാലയളവിൽ പുതിയ മേഖലകളിലേക്ക് തൊഴിൽ മാറ്റം നടത്തിയത്. ഇളവ് പ്രയോജനപ്പെടുത്തിയവരിൽ ഭൂരിഭാഗവും ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലെ തൊഴിലാളികളാണ്. അതേസമയം വിസ മാറ്റത്തിനായി സമർപ്പിച്ച ഒട്ടനവധി അപേക്ഷകൾ നിരസിക്കപ്പെട്ടതായും പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. നിലവിലെ സ്പോൺസറുടെ ഔദ്യോഗിക അനുമതി പത്രം കൃത്യമായി ഹാജരാക്കാൻ തൊഴിലാളികൾക്ക് കഴിയാതെ പോയതാണ് ഇതിൽ ഭൂരിഭാഗം അപേക്ഷകളും തള്ളാൻ കാരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റിൻ സർക്കാരിന്റെ ഡിജിറ്റൽ പരിവർത്തന പദ്ധതികൾക്ക് വൻ മുന്നേറ്റം. പൊതുസേവനങ്ങൾ ലളിതമാക്കാനും താമസക്കാർക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ ലഭിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. ഭരണനിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ബഹ്റിൻ സർക്കാരിന്റെ വിപ്ലവകരമായ ഡിജിറ്റൽ പരിവർത്തന പദ്ധതികൾക്ക് വൻ മുന്നേറ്റം. ഈ വർഷം ജനുവരി 15 മുതൽ ജൂലൈ 2 വരെയുള്ള ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 18 പ്രധാന സർക്കാർ സ്ഥാപനങ്ങളിലായി 93 സുപ്രധാന സേവനങ്ങൾ പൂർണ്ണമായും നവീകരിച്ചു. പൊതുസേവനങ്ങൾ ലളിതമാക്കാനും പൗരന്മാർക്കും താമസക്കാർക്കും സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. നവീകരണത്തിന്റെ ഭാഗമായി ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് വിരമിച്ചവർക്കും അർഹരായ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുടർച്ചാ സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിക്രമങ്ങൾ കുറ്റമറ്റ രീതിയിൽ മെച്ചപ്പെടുത്തി. ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി പുതിയ ജല കണക്ഷൻ അപേക്ഷകളുടെ നടപടിക്രമങ്ങൾ ലളിതമാക്കിയപ്പോൾ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കുള്ള ലൈസൻസ് അനുവദിക്കുന്ന പ്രക്രിയ കൂടുതൽ വേഗത്തിലാക്കി. നവീകരിച്ച എല്ലാ സേവനങ്ങളും പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറ്റിയതോടെ 100% ഇലക്ട്രോണിക് സേവനമെന്ന നാഴികക്കല്ല് രാജ്യം കൈവരിച്ചു. അപേക്ഷാ നടപടികൾ പരമാവധി 4 ഘട്ടങ്ങളിലായി ചുരുക്കിയതിലൂടെ സേവനങ്ങൾ പൂർത്തിയാക്കാനെടുക്കുന്ന സമയം കുറഞ്ഞത് 25% കുറയ്ക്കാൻ സാധിച്ചു. പരമ്പരാഗത പേപ്പർ അപേക്ഷകൾക്ക് പകരം പൂർണ്ണമായും ഇലക്ട്രോണിക് ഫോമുകൾ ഏർപ്പെടുത്തുകയും എല്ലാ സർക്കാർ ചാനലുകളിലെയും വിവരങ്ങൾ ഏകീകരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറിന്റെ ഗൾഫ് പര്യടനം ഇന്നു മുതൽ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ജൂലൈ 10 വരെയുള്ള ദിവസങ്ങളിലായി ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ എന്നീ 4 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുക. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ US, ബെൽജിയം എന്നീ വിദേശ രാജ്യങ്ങളും ജൂലൈ 15 വരെയുള്ള ദിവസങ്ങളിലായി അദ്ദേഹം സന്ദർശിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനവേളയിൽ അതത് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ഉന്നത ഭരണ നേതൃത്വങ്ങളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനൊപ്പം വ്യാപാരം, നിക്ഷേപം, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. പ്രാദേശികമായ വികസനങ്ങളും പരസ്പര താൽപര്യമുള്ള മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളും കൂടിക്കാഴ്ചകളിൽ ചർച്ചയാകും. ഗൾഫ് പര്യടനം പൂർത്തിയാക്കിയ ശേഷം ജൂലൈ 13 വിദേശകാര്യമന്ത്രി ന്യൂയോർക്ക് സന്ദർശിക്കും. 2028-29 കാലയളവിലേക്കുള്ള ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ ഇന്ത്യയുടെ താൽക്കാലിക അംഗത്വത്തിനായുള്ള ഔദ്യോഗിക ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം അമേരിക്കയിലെത്തുന്നത്. തുടർന്ന് ജൂലൈ 14-15 തീയതികളിൽ ബെൽജിയത്തിലെ ബ്രസൽസ് സന്ദർശിക്കുന്ന ജയശങ്കർ അവിടെ നടക്കുന്ന 3ാമത് ഇന്ത്യ-യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആൻഡ് ടെക്നോളജി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.